ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഓണക്കൊലയിൽ ബാക്കി വന്ന 2 പഴം വെച്ചിട്ട് ഒരു കേക്ക് റെഡിയാക്കി എടുത്താലോ. അപ്പോൾ അതിനായിട്ട് ഒരു ഇഡ്ഡലി ചെമ്പിലേക്ക് റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കാണാനില്ലല്ലോ, ആ ഇഡ്ഡലി ചെമ്പിൻ്റെ മൂടി വെച്ചിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് സെറ്റാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് മൈദയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ അമൃതം പൊടി വെച്ചിട്ടാണ് എൻ്റെ പരീക്ഷണങ്ങൾ നടത്താറ്. പിന്നെ ഒരു ഗമയായിക്കോട്ടെ എന്ന് വെച്ചിട്ട് മൈദ ഇപ്രാവശ്യം എടുത്തതാണ്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 സ്പൂണ് കൊക്കോ പൗഡറും 1 സ്പൂണ് ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും എടുത്തിട്ട് അരിച്ചിട്ട് മാറ്റി വെക്കാം. നമുക്ക് പഴം റെഡിയാക്കി എടുക്കാം. പഴം വട്ടത്തിൽ അരിഞ്ഞിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലോണം കുത്തി ഇങ്ങനെ ചമ്മന്തിയാക്കിയിട്ട് എടുക്കാം. ഒപ്പം തന്നെ നമുക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ആ ഇഡ്ഡലി ചെമ്പിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ചാൽ അതിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽട്ടാക്കി കിട്ടും കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര. ഇനിയിപ്പോൾ നിങ്ങൾ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണോ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗറാണോ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ സമയം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് 1 സ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുത്തു. അത് മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു മുട്ട, ഞാനിപ്പോൾ ഒരു മുട്ട എടുത്തോക്കണത്. 2 മുട്ട കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ 2 മുട്ടയും ചേർക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വന്നിട്ട് ആ മെൽട്ടാക്കാൻ വെച്ചേക്കണം ആ ബട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ നേരത്തെ നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ആ മൈദപ്പൊടിയിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ശക്തമായിട്ട് ഇളക്കൊന്നും വേണ്ട, വളരെ സോഫ്റ്റായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കേക്കിൻ്റെ ആ ടെക്സ്ചർ മാറിപ്പോയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഈ സമയത്ത് നല്ല കട്ടി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലേശം ചൂടുപാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ മൈദ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുമ്പോൾ നമുക്ക് അടിയിൽ പിടിക്കാണ്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ആ ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് ആ എയർ ബബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കളയാം. ഈ സമയം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണമെങ്കിൽ ചോക്കോ ചിപ്സോ അല്ലാന്നുണ്ടെങ്കിൽ മുന്തിരിയോ ബദാമോ അണ്ടിപ്പരിപ്പോ എന്താണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു 10 പ്രാവശ്യമൊക്കെ ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷേ ഇപ്പോഴാണ് ഒന്ന് സക്സസ് ആയിട്ട് കിട്ടുന്നത്. അത് കാരണം കൊണ്ട് ഞാൻ എന്നോട് തന്നെ ബഹുമാനം തോന്നി ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നു. കോലിട്ട് കുത്തിയപ്പോഴൊക്കെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടാ. അത് കേക്ക് മുറിച്ച് തുടങ്ങി. എൻ്റെ ഭർത്താവേ കൊല്ലു അതിനെ. എന്തെങ്കിലും ആവട്ടെ, ആ കേക്ക് മുറിച്ചിട്ട് ഇനി നമുക്ക് ഓരോ കഷ്ണം അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം കേട്ടോ. അതേ അവൻ്റെ വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ലേശം ചൂടുള്ള കാരണം കൊണ്ട് അവളുടെ ഒരു എക്സ്പ്രഷൻ വരാൻ കേട്ടോ. അപ്പോൾ ഇനി അവൾ നല്ല രസമുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ശരി, ബൈ.